ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പ്രത്യക്ഷമായും പരോക്ഷമായും പണിയെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ തൊഴിൽ മേഖല. ഇവർ അശാസ്ത്രീയമായ രീതിയിൽ മണൽ ഖനനം ചെയ്യുക, ഇതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയും മത്സ്യങ്ങൾ ഇവിടുന്ന് കൂട്ടത്തോട് പലായനം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ സംജാതമായേക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറു മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഇരകൾ പൂർണ്ണമായും നഷ്ടപ്പെടും. എന്നുവെച്ചാൽ ട്രജ് ചെയ്ത് മാറുകയാണ്. ട്രജ് ചെയ്ത് മാറുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന അതിന് മീൻ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, അതിൻ്റെ കൂടെയുള്ള ചെറു മത്സ്യം, ഇതെല്ലാം ട്രജറിൻ്റെ ടീത്ത് വഴി എടുത്ത് മാറത്തേ ഉള്ളൂ. മാറിക്കഴിയുമ്പോൾ അവിടെ നിശേഷം പോയി കഴിയുമ്പോൾ ഈ വലിയ മത്സ്യങ്ങൾ ഭക്ഷണത്തിന് എവിടെ പോകും? അത് അടുത്ത ഇരയുള്ള ഭാഗങ്ങൾ ഇറക്കി പോകും. അങ്ങനെയാകുമ്പോൾ തീരെ ഇവിടെ എത്രത്തോളം ഇവർ ട്രജ് ചെയ്യുമോ ഇവിടെ എത്ര കിലോമീറ്റർ ഉള്ളിലോട്ട് പടിഞ്ഞാറോട്ട് ട്രജ് ചെയ്യുന്നുണ്ട്. ഇവർ പിന്നെ നോർത്ത് സൗത്ത് ഇവർ ട്രജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ ഇവർ ട്രജ് ചെയ്യുന്ന ആ ഭാഗത്തുണ്ടാകുന്ന ഒരുപാട് മത്സ്യസമ്പത്തുകൾ പൂർണ്ണമായും നശിച്ചു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടാകുന്ന ദാരിദ്ര്യമല്ല മത്സ്യമേഖലയിൽ. ഇപ്പം ഞങ്ങൾ പോകുന്നത് വെറുതെയാണ്. ബാറ്റ മാത്രം മുതലാളിയുടെ കയ്യിൽ നിന്ന് എടുത്ത് തരികയാണ്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മത്സ്യസമ്പത്ത് പൂർണ്ണമായി നശിക്കുമ്പോൾ അത് വരാത്തതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ എന്തോ ചെയ്യും? അവർക്ക് അടുത്ത് വേറൊരു തൊഴിൽ അറിയത്തില്ല. 43 വർഷമാകും ഈ വീട്ടിൽ വന്ന് വേറെ തൊഴിലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അന്നുള്ള ചിലവ് അങ്ങനെ കഴിഞ്ഞു കൂടും. അപ്പോൾ നമ്മുടെ ജീവിതമാർഗ്ഗത്തിൽ നമുക്ക് തെങ്ങക്കാരൻ അറിഞ്ഞുകൂടാ, കിളക്കാൻ അറിഞ്ഞുകൂടാ, തോണോക്കാൻ അറിഞ്ഞുകൂടാ. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുക എന്ന് പറയുമ്പോൾ മത്സ്യസമ്പത്ത് കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല ജീവിക്കുന്നത്, ഇതുമായിട്ട് അനുബന്ധമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഈ കൊല്ലം മാർക്കറ്റ് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ളവരുടെയും ഇതുമായിട്ട് അനുബന്ധമായി ജോലി ചെയ്യുന്നവരുടെയും കൂടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലം അവിടെ ലഭിക്കുന്നുണ്ട്.